ഞാൻ ശാരദാ വാസുദേവൻ. മുത്തശ്ശിമ്മ കുട്ടികൾക്ക് കുറച്ച് ശ്ലോകങ്ങൾ പറഞ്ഞു തരാം. ഒരു പക്ഷേ കുറച്ച് കുട്ടികൾക്ക് അറിയാമായിരിക്കാം, കുറച്ച് കുട്ടികൾക്ക് അറിയില്ലായിരിക്കാം. അറിയാത്ത കുട്ടികൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പിതാമഹന്മാർ പ്രകൃതിയെ നല്ലവണ്ണം സ്നേഹിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. നമ്മൾക്ക് അത് കണ്ട് കുറേ പഠിക്കേണ്ടതുണ്ട്. പക്ഷി മൃഗാദികളെ എല്ലാം നല്ല വിനയത്തോടു കൂടി ഒരു മരം വെട്ടുകയാണെങ്കിൽ മരത്തിനോട് അനുമതി വാങ്ങിയിട്ടൊക്കെയാണ് വെട്ടാറ്. അതേപോലെ തന്നെ തുളസിയെയും നല്ലവണ്ണം പ്രാർത്ഥിച്ച് വന്ദിക്കാറുണ്ട്. ഗരുഡനെ കാണുമ്പോൾ ഗരുഡൻ്റെ നാമവും ചൊല്ലാറുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. തുളസിയെ നമുക്ക് ആദ്യമായി വന്ദിക്കാം. നമ തുളസി കല്യാണി, നമോ വിഷ്ണു പ്രിയേ ശുഭേ, നമോ മോക്ഷപ്രദേ ദേവി, നമ സമ്പത്പ്രദായിനി. ഇനി അശ്വത്ഥ വൃക്ഷത്തെ കാണുമ്പോൾ, അതായത് അരയാലിനെ കാണുമ്പോൾ, നമ്മളെല്ലാവരും കുട്ടികൾ കണ്ടിട്ടുണ്ടായിരിക്കും. അരയാലിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. മൂലധോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ, അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമ. ഗരുഡനെ കാണുമ്പോൾ കുങ്കുമാങ്കിതവർണ്ണായ ഖന്ധേന്ദുധവളാനന, വിഷ്ണുവാഹനരൂപായ പക്ഷിരാജായതേ നമ. ഇനി ഭസ്മം തൊടുമ്പോൾ ഒരു ചെറുതായിട്ടൊരു നാമം, കുട്ടികളല്ലേ, അത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം, നല്ലതാണ്. നമ്മളെപ്പോഴും വൈകുന്നേരം മേല് കഴുകി കഴിഞ്ഞാൽ ഭസ്മം വിളക്ക് കൊളുത്തി ഭസ്മം തൊടും. അപ്പോൾ അതിന് പറ്റിയ 2 വരി ചെറിയൊരു ശ്ലോകം മക്കൾക്ക് പറഞ്ഞു തരാം. ശ്രീകരം പവിത്രം ച ശോകനിവാരണം, ലോകേ വശീകരം പുംസാം ഭസ്മം ത്രൈലോക്യപാവനം.